ചില ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ അയൽപക്കത്തുള്ളവർക്ക് മാനസാന്തരം കൊടുക്കണമേ, എൻ്റെ അമ്മയ്ക്ക് മാനസാന്തരം കൊടുക്കണം, എൻ്റെ അപ്പയ്ക്ക് മാനസാന്തരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ താൻ മാനസാന്തരപ്പെട്ടതാണ്, ബാക്കിയുള്ളവരുടെ സ്വഭാവമൊന്നും തനിക്ക് സഹിക്കാൻ വയ്യ. പലപ്പോഴും മറ്റുള്ളവർ മാനസാന്തരപ്പെടണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവരെ ഉപയോഗിച്ച് ദൈവം നമ്മളെ മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഒരു വ്യക്തി നിമിത്തം എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, അവർ മാനസാന്തരപ്പെടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആ പ്രശ്ന നിമിത്തം നമ്മൾ ചില മേഖലകളിൽ മാറാനുണ്ട്. അതിന് ദൈവം അവരെ ഉപയോഗിക്കുകയാണ്. അത് തിരിച്ചറിയാതെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വർഷങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ നാട്ടുകാരെയും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ചർച്ചക്കാരെയും ഒക്കെ ദൈവം നിങ്ങൾക്ക് എതിരായി നിർത്തി ചിലത് പറയിപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അവർ നിമിത്തം ചില മാറ്റങ്ങൾ നമ്മളിൽ വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം അവരെ ഉപയോഗിക്കുകയാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകും.